morning. Today we are going to discuss permeability of soil, which is we have already mentioned in our first module in case of engineering properties of soil. In this module we are discussing permeability in detail. What is meant by permeability? It is the property of porous material which permit the flow of water or passage of water through interconnecting voids. Soils having continuous voids are known as permeable soil. An example for it is gravel. Soils without continuous voids are known as impermeable soil. An example for it is clay. The flow of water through soil may be either laminar flow or turbulent flow. Then what is the difference between laminar flow and turbulent flow? In case of laminar flow, each fluid particle travels along a definite path and it does not cross the path of any other fluid particle. And in case of turbulent flow, the paths are irregular, twisting, crossing and recrossing at random. In our most practical flow problem cases, the flow is laminar. Interconnecting voidsലൂടെ വെള്ളത്തെ പാസ് ചെയ്യിക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. Based on permeability, we can classify our soil as permeable soil and impermeable soil. Continuous voids ഉള്ള സോയിലിനെ പെർമിയബിൾ സോയിൽ എന്നും കണ്ടിന്യൂസ് വോയിഡ്സ് ഇല്ലാത്ത സോയിലിനെ ഇംപെർമിയബിൾ സോയിൽ എന്നും പറയുന്നു. പെർമിയബിൾ സോയിലിനുള്ള എക്സാമ്പിൾ ആണ് ഗ്രാവൽ, ഇംപെർമിയബിൾ സോയിലിനുള്ള എക്സാമ്പിൾ ആണ് ക്ലേ. സോയിലിലൂടെയുള്ള വാട്ടർ ഫ്ലോ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്, ലാമിനാർ ഫ്ലോയിലൂടെയും അതുപോലെ തന്നെ ടർബുലന്റ് ഫ്ലോയിലൂടെയും. ഇൻ കേസ് ഓഫ് ലാമിനാർ ഫ്ലോയുടെ കേസിൽ എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനും ഓരോ ഡെഫിനിറ്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളിന്റെ പാത്തിനെ ഒരിക്കലും ക്രോസ് ചെയ്യുന്നില്ല. എന്നാൽ ടർബുലന്റ് ഫ്ലോയുടെ കേസ് എന്തായിരിക്കും? അവയുടെ പാത്തെല്ലാം ഇറഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അവ പരസ്പരം ക്രോസ് ചെയ്യുകയും റീക്രോസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാക്ടിക്കൽ കേസസിലെല്ലാം നമ്മൾ എല്ലാ ഫ്ലോയും ലാമിനാർ ഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് we want to study the significance of permeability. Why we are studying permeability? It is used in the calculation of rate of settlement of saturated compressible soil layer and also used in the calculation of seepage through the body of earth dams and thereby using in the analysis of stability of slopes. And the third point is the calculation of uplift pressure under hydraulic structures and their safety against piping. And the fourth point is groundwater flow towards well and the drainage of soils. So, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പെർമിയബിലിറ്റി യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് പെർമിയബിലിറ്റിയുടെ സിഗ്നിഫിക്കൻസ്? പ്രധാനമായിട്ടും സോയിൽ ലെയറിന്റെ റേറ്റ് ഓഫ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർമിയബിലിറ്റി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടിയിട്ടും ഹൈഡ്രോളിക് സ്ട്രക്ചറുകളിലെ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അവയുടെ സേഫ്റ്റി എഗെയിൻസ്റ്റ് പൈപ്പിംഗ് ആക്ഷനെതിരെയുള്ള അവയുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെർമിയബിലിറ്റി ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ നമുക്ക് കിണറിലൊക്കെ വെള്ളം കിട്ടുന്നത് എങ്ങനെയാണ്? ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ വഴിയാണ്, അല്ലെ? സോയിലുള്ള പോർസിലൂടെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ വഴിയാണ്. അതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സോയിലിന്റെ ഡ്രൈനേജിനെ കുറിച്ച് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെർമിയബിലിറ്റി ഉപയോഗിച്ചു വരുന്നത്. Next, we are going to discuss Darcy's law, which is very important. So, we can look what is meant by Darcy's law. The law of flow of water was first studied by Darcy in 1856, who demonstrated experimentally
that for laminar flow conditions in saturated soil mass. According to him, rate of flow or discharge per unit time is directly proportional to hydraulic gradient. ഡാർസി പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോയുടെ റേറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്നാണ്. Then we can write small letter q equal to k into I into a. Then q by a is equal to ki and which is equal to v, that is velocity of flow. Here I is equal to h by l, that is hydraulic gradient. In the equation, q is the discharge per unit time and a is the total cross-sectional area of soil mass perpendicular to the direction of flow. I is the hydraulic gradient and k is known as Darcy's coefficient of permeability. And v is the velocity of flow or average discharge velocity. Then consider a soil sample of length L and this soil mass is subjected to an head of h1 minus h2. ഇവിടെ L ലെങ്ത് ഉള്ള ഒരു സോയിൽ സാമ്പിൾ ഉണ്ട്. ഇവിടുത്തെ വാട്ടർ ഹെഡ് h1ഉം ഇവിടുത്തെ വാട്ടർ ഹെഡ് h2ഉമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വാട്ടർ ഹെഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് h1 മൈനസ് h2. Then we can write I is equal to h1 minus h2 divided by L. That is I is the hydraulic gradient which is equal to head per length of the sample. Then substituting in the equation of q, then q is equal to k into I. Instead of I we can substitute h1 minus h2 divided by L into a. Then velocity equal to q by a and substituting instead of q k into h1 minus h2 divided by L whole divided by a. When we are putting I is equal to 1 and area of cross section equal to 1, then we are obtaining coefficient of permeability or simply permeability is equal to velocity of flow. Then we can define coefficient of permeability or permeability. Simply it is the average velocity of flow that will occur through the total cross-sectional area under unit hydraulic gradient. So coefficient of permeability അല്ലെങ്കിൽ simply permeability നമുക്ക് average velocity of flow ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എപ്പോൾ അവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റി ആയിരിക്കണം. Then dimension of coefficient of permeability is equal to as that of velocity, that is centimeter per second or otherwise we can say meter per day or otherwise we can say feet per day. Next is the validity of Darcy's law. Darcy's law is valid only for laminar conditions in the soil. From the experiments of flow through the pipes, Reynolds found that flow is laminar so long as velocity of flow is less than a lower critical velocity Vc expressed in terms of Reynolds number. Reynolds pipe flowയുടെ എക്സ്പെരിമെന്റിൽ നിന്നും റെയ്നോൾഡ്സ് നമ്പറിന്റെ ടേംസിൽ നമുക്ക് ഡാർസീസ് ലോയുടെ വാലിഡിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് Vc into d into rho w divided by eta into g is equal to 2000, where Vc is the lower critical velocity in pipe in centimeter per second and d, small letter d is the diameter of pipe in centimeter and rho w is the density of water in gram per ml and eta is the viscosity of water in gram second per centimeter square. Francis, Lewis and Barnes in 1933 gave another expression for the validity of Darcy's law in terms of Reynolds number.
that is given here, which is V into dA into rho W divided by eta into G, which is less than or equal to 1, where V is the velocity of flow in centimeter per second and dA is the diameter of average particle in centimeter. Besides Reynolds, Franges, Lewis and Barnes, others are also checked the validity of Darcy's law through their own experiments. Next, we are going to look discharge velocity and seepage velocity. Discharge velocity or velocity of flow, V is the rate of discharge of water per unit of total cross-sectional area of soil. That is capital letter A, velocity of flow or discharge velocity V equal to Q divided by A. Here A is the total cross-sectional area and it has two components, that is it is the area of cross-section of solids and also the area of cross-section of voids. So we can write capital letter A is equal to area of solids plus area of voids. Since flow takes place through the voids, actual velocity or true velocity is greater than the discharge velocity or velocity of flow V. This actual velocity is termed as seepage velocity and is represented by the letter V suffix S. So, seepage velocity is defined as the rate of discharge of percolating water per unit cross-sectional area of voids perpendicular to the direction of flow. So, we can write discharge is equal to V into A, that is in terms of velocity of flow or discharge velocity, and which is equal to Vs into AV, that is in terms of seepage velocity. From this we can write Vs equal to V into area of voids divided by area of cross section, that is total area of cross section. But we can write area of voids to total area of cross section, which is equal to volume of voids to total volume, because these two sides are ratios. Then we can write as equal, and we have already stated volume of voids to total volume is equal to the porosity. So we can substitute here instead of area of voids to total area of cross section as 1 by n. So which is equal to V by n, and which is equal to, we can substitute n is equal to E by 1 plus E. So 1 by n is equal to 1 plus E by E into V. And the seepage velocity is also proportional to hydraulic gradient. In case of Darcy's law, we have stated velocity of flow or discharge velocity is proportional to hydraulic gradient, as well as our seepage velocity is also proportional to hydraulic gradient. So we can write Vs equal to Kp into I, where Kp is the coefficient of percolation. From Darcy's law, we are having velocity of flow or discharge velocity equal to K into I. Then we can write seepage velocity to velocity of flow or discharge velocity is equal to Kp by K, and which is equal to 1 by n. Here we have obtained the seepage velocity Vs equal to V by n. Then Vs by V equal to 1 by n, that is Vs by V equal to 1 by n. Then we can write Kp equal to K by n. From this relation, Kp by K equal to 1 by n. Okay, thank you.